ഇത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ആശമന്നൂർ മഠത്തിക്കുടിയിൽ MA അബ്ദുള്ള. പ്രായം 105. നാട്ടിൽ വലിയ സാമൂഹിക അസമത്വങ്ങളും ജാതി വിവേചനങ്ങളും നിലനിന്നിരുന്ന കാലത്തായിരുന്നു ഇദ്ദേഹത്തിന്റെ ജനനം. വിദ്യാലയങ്ങളും ആശുപത്രികളും വൈദ്യുതിയും ഫോൺ സേവനങ്ങളും ഗതാഗത സൗകര്യങ്ങളുമെല്ലാം വിരളമായിരുന്ന കാലത്തു നിന്നും അബ്ദുള്ളയും കേരളവും ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഒരു മൊബൈൽ ഫോണിലൂടെ തന്നെയും നാടിനെയും അറിയിക്കുകയും ചെയ്യുന്ന കാലത്തിലേക്ക് വളർന്ന ചരിത്രമാണ് അബ്ദുള്ളയുടെ 105-ാം വയസ്സിലെ കേരളീയ ജീവിതം. യൂട്യൂബ് നോക്കുന്നു പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി പഞ്ചായത്ത് മന്ത്രി വന്നിട്ടുണ്ട്. ഒന്നോട് 11 മണിക്ക് വരുന്നുണ്ട്. ആയിരത്തി 1996-ൽ EK നായനാരുടെ കാലത്ത് കേരളത്തിൽ മൊബൈൽ ഫോൺ സേവനത്തിന് തുടക്കമായി. മൊബൈൽ ഫോൺ എന്ന ഡിജിറ്റൽ സാങ്കേതിക വിപ്ലവം ഇന്ന് കുരുന്നുകൾ മുതൽ വയോവൃദ്ധരുടെ വരെ ചങ്ങാതിയും സഹചാരിയുമാണ്. എല്ലാം കാലത്തിന്റെ മാറ്റമാണ്. പക്ഷേ ആർക്കും ഇതില്ലാത്ത കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. എക്സാം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് നോട്ട്സ് അവൈലബിൾ എല്ലാം ഫോണിലായതുകൊണ്ട് ഫോണില്ലാതെ ഉള്ള സർവൈവൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ ആവശ്യത്തിനും ഫോൺ തന്നെ വേണം. ബുദ്ധിമുട്ടാണ്. ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയിൽ എല്ലാ കാര്യം തന്നെ ഫോൺ ഡിപ്പെൻഡ് ചെയ്താണ്. ഫോണില്ലാണ്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പേഴ്സണലി എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും ഫോണില്ലാണ്ട് പറ്റില്ല എന്നാണ്. രാവിലെ എണീക്കുമ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ഫോണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഇല്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു മാറിയ സാഹചര്യത്തിൽ ലൈഫിൽ ഫോണിൻ്റെ ഡിപ്പെൻഡൻസ് കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. എൻ്റെ കാര്യം മാത്രമല്ല ആർക്കും പറ്റില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ പറ്റാൻ? രാവിലെ എഴുന്നേക്കുന്നത് മുതൽ കോളേജിൽ ഒരു അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നത് വരെ ഇപ്പോൾ ഫോണിലാണ്. കുറഞ്ഞ കാലം കൊണ്ട് മൊബൈൽ ഫോൺ പുതിയ തലമുറയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയെങ്കിലും പഴയ തലമുറയിൽ ചിലരെങ്കിലും തങ്ങൾക്ക് വഴങ്ങാത്ത ഉപകരണം എന്ന നിലയിൽ മൊബൈൽ ഫോണിനെയും ഇന്റർനെറ്റിനെയും വിലയിരുത്തിയിരുന്നു. പലരും ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങളെ പേടിയോടെ സമീപിച്ചു. ചിലരാകട്ടെ മൊബൈൽ ഫോണിനെയും ഡിജിറ്റൽ ഉപകരണങ്ങളെയും ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തി. ഇതെല്ലാം വിഷയമാക്കി ചലച്ചിത്രങ്ങൾ രൂപപ്പെട്ടു. എന്നാ പിന്നെ വാട്സപ്പ് റെഡിയാക്കി എനിക്ക് വേറെ പണിയുണ്ട്. എന്നാ പിന്നെ ഫേസ്ബുക്ക് റെഡിയാക്കി തടാ. ഫേസ്ബുക്ക്, വാട്സപ്പ് ചാറ്റ് ഒരു കൊല്ലത്തേക്കുള്ള സിലബസ് ആയിട്ട് ഇറങ്ങിക്കോളും മനുഷ്യനെ മെനക്കെടുത്താൽ. ഞാൻ എന്നാ പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കാവുള്ളതെന്ന് പറയും. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ ഇൻസ്റ്റാൾമെന്റ് കിട്ടുമോ? എടാ എന്റെ മോൻ വലിയ ഫിലിം ഡയറക്ടറൊക്കെ ആവുമ്പോ ഞാൻ ഈ സാധാ ഫോൺ കൊണ്ടിരുന്ന അവനല്ലേ മോശം. പപ്പയ്ക്ക് അതൊക്കെ ഉപയോഗിക്കാൻ പാടായിരിക്കും. അത് ഉപയോഗിച്ചാലല്ലേ അറിയും. പക്ഷേ കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ ഓഫീസും ഡിജിറ്റൽ സംവിധാനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളുമെല്ലാം എല്ലാവർക്കും വേണ്ടിയാണെന്ന ദൃഢനിശ്ചയത്തോടെ ഡിജിറ്റൽ സാക്ഷരതാ പഠനം തന്നെ നടപ്പിലാക്കി. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ പൂർത്തീകരണം ഈ വർത്തമാനകാലത്ത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പൂർത്തീകരണം പ്രഖ്യാപനം ഔപചാരികമായി പ്രഖ്യാപിക്കട്ടെ. എല്ലാവർക്കും ഭരണത്തിന്റെ ഗുണഫലം ലഭ്യമാക്കണമെന്ന ഇച്ഛാശക്തിയുള്ള സർക്കാർ ജീവിത സായന്തനത്തിൽ കാലത്തിന്റെ മാറ്റത്തെ കണ്ടില്ലെന്ന് നടിച്ച് ഒതുങ്ങിക്കൂടുന്ന മുതിർന്ന പൗരന്മാരെ കണ്ടെത്തി അവരെയും ഈ ഡിജിറ്റൽ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. അതിനായി കേരളം കണ്ടെത്തിയ മാർഗമായിരുന്നു ഡിജി കേരളം എന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. കേരളം ഒരു പുതിയ ചരിത്രം കൂടി രചിക്കുകയാണ്. 1991-ലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനമായിട്ട് നാം മാറിയത്. 34 വർഷത്തിന് ശേഷം കേരളം ഒരിക്കൽ കൂടി ഇന്ത്യക്ക് വഴി കാണിക്കുന്നു.
ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായി മാറിക്കൊണ്ട്. ഇപ്പോൾ സമ്പൂർണ്ണ സാക്ഷരതയിൽ നിന്ന് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിലേക്കുള്ള ഈ വളർച്ച എന്നത് നവകേരളത്തിൻ്റെ വളർച്ചയുടെ പാതയാണ്. നിരന്തരം കേരളം സ്വയം നവീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരമൊരു ഡിജിറ്റൽ സാക്ഷരത യജ്ഞം സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സേവനങ്ങൾ മുഴുവൻ ഓൺലൈൻ ആവുമ്പോൾ ആ ഓൺലൈൻ സേവനങ്ങൾ നേടാനുള്ള പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാവണം, ആരും അതിൽ പിന്തള്ളപ്പെട്ടു പോകരുത് എന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. മൂന്ന് ഘട്ടങ്ങളിലായാണ് ഡിജി കേരളം എന്ന പദ്ധതി ഈ സർക്കാർ നടപ്പിലാക്കിയത്. ആദ്യം വിവരശേഖരണം. ഡിജിറ്റൽ സാക്ഷരതയില്ലാത്തവരെ കണ്ടെത്താൻ സംസ്ഥാനത്തുടനീളം സർവേ നടത്തിയ തദ്ദേശ ഭരണ വകുപ്പ് സ്മാർട്ട് ഫോൺ ഉപയോഗം, ഇന്റർനെറ്റ് ബ്രൗസിംഗ്, ഡിജിറ്റൽ പണമിടപാടുകൾ, സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ഉപയോഗിക്കാനുള്ള കഴിവ് തുടങ്ങിയ കാര്യങ്ങളിൽ ലളിതമായ മൊഡ്യൂളുകൾ ഉപയോഗിച്ച് പരിശീലനം നൽകി. തുടർന്ന് പരിശീലനം പൂർത്തിയാക്കിയവരുടെ ഡിജിറ്റൽ സാക്ഷരത വിലയിരുത്തി. അതിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമെന്ന മഹത്തായ മുന്നേറ്റം രാജ്യത്താദ്യമായി സ്വന്തമാക്കുകയാണ് നമ്മുടെ അഭിമാന കേരളം. സർക്കാർ സേവനങ്ങൾക്കായി ഒരാൾക്കും ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരുന്നില്ല. എല്ലാ സേവനങ്ങളും ഇന്ന് ഭൂരിഭാഗം പേരും ഓൺലൈനായി തന്നെയാണ് നിർവഹിച്ചു വരുന്നത്. അതാണ് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റം. ഇതാണ് റിയൽ കേരള സ്റ്റോറി. ഇത് വെറുമൊരു പ്രഖ്യാപനമല്ല, ചരിത്ര മുഹൂർത്തമാണ്. 105-കാരനായ അബ്ദുള്ളയെപ്പോലെ ആയിരങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി. കയ്യിലെ മൊബൈൽ ഫോൺ സ്വന്തം ജീവിതത്തിന്റെ സുരക്ഷയ്ക്കും വിരൽ തുമ്പിലൂടെ ലോകത്തിന്റെ മാറ്റമറിയാനും എല്ലാവരെയും പഠിപ്പിച്ച ഈ പദ്ധതിയിലൂടെ കേരളം ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. കുട്ടികൾ അധ്യാപകരും മുതിർന്നവർ കുട്ടികളുമായ കൗതുകമുള്ള പഠനലോകം. വാട്സാപ്പ് എടുത്തിട്ട് ഏതാണ് പഠിക്കാറ്? വീഡിയോ കോൾ ഈ ഒരു ബട്ടൺ നിൽക്കാൻ മതി. അപ്പൊ നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. ഇത് വോയിസ് കോളാ, പക്ഷെ മുഖം കാണാൻ പറ്റില്ല, അല്ലാതെ സംസാരിക്കാൻ പറ്റും. കണ്ടോ? എന്നെ കാണുന്നില്ലേ? വലത്തെ ഭാഗത്ത് കണ്ടാ? ഇനിയിപ്പോ ഇത് സൂമായി കണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ സൂം ആക്കിയാൽ മതി. ഇപ്പൊ രണ്ടാളും ഇപ്പൊ എത്ര നാളായി രണ്ടാളും കൂടി ഫോട്ടോ എടുത്തിട്ടേ ഇല്ല. കണ്ട, രണ്ടാൾക്കും ഫോട്ടോ കിട്ടിയില്ലേ? ഇനി ഇടക്ക് പെങ്ങളെ വിളിച്ചിരുത്തിയിട്ട് വാ പെങ്ങളെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം. ഓക്കെ? ഇനി പുല്ലമ്പാറക്കാരി ബേബി ഗിരിജയുടെ കഥ പറയാം. തൊഴിലുറപ്പ് തൊഴിലാളിയായ ഈ 63-കാരിക്ക് അടുത്ത കാലം വരെ സ്മാർട്ട് ഫോൺ ഉപയോഗം എന്തെന്ന് പോലും അറിയില്ലായിരുന്നു. അതിൻ്റെ ജാള്യതയിൽ ജീവിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ 2 കോളേജുകളിലെ വിദ്യാർത്ഥികൾ പുല്ലമ്പാറയിലെ ഡിജിറ്റൽ നിരക്ഷരർക്കായി സ്മാർട്ട് ഫോൺ ഉപയോഗത്തിൽ പരിശീലനം നൽകി തുടങ്ങിയത്. തൊഴിലുറപ്പ് പണികൾ നടക്കുന്ന സ്ഥലങ്ങളിലെത്തിയ വിദ്യാർത്ഥികളിൽ നിന്നും സ്മാർട്ട് ഫോൺ ഉപയോഗം പഠിച്ച ബേബി ഗിരിജ താൻ പഠിച്ച വിദ്യ ഒപ്പമുള്ളവരെയും പഠിപ്പിച്ചു. അങ്ങനെ പുല്ലമ്പാറക്കാർ പരസ്പരം പഠിച്ചും പഠിപ്പിച്ചും തുടക്കമിട്ട പദ്ധതിയാണ് ഡിജി കേരളം. പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരേ ഒരു ബാങ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കോവിഡ് കാലഘട്ടമാണ്. പ്രായമായ ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഈ 15 വാർഡിലെ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് SBI തേമ്പാമൂട് എന്ന് പറയുന്ന ഒറ്റ ബാങ്കിനെയാണ്. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ബാങ്ക് ബാലൻസ് നോക്കുന്നതിലേക്കായിട്ട് ഇവർ ഇതിലേക്ക്, അതായത് ഈ SBI ബാങ്കിലേക്ക് വരികയും അവിടെ ക്യൂ നിന്നുകൊണ്ട് പിന്നെ ഈ ബാങ്ക് ബാലൻസ് ചെക്ക് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് സ്മാർട്ട് ഫോണും
ഇത് ഡിവൈസസ് എല്ലാം നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാങ്ക് ബാലൻസ് ആയാലും മറ്റു കാര്യങ്ങളായാലും നമ്മളുടെ ഫോണിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ഒരു സംഗതി മറ്റുള്ളവർക്കും കൂടി പിന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരും ഈ പിന്നെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ യൂസ് ചെയ്യുകയും പിന്നെ അതിലേക്ക് അവരെ കൊണ്ടുവരാനും നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് അവിടെ ഉത്ഭവിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ. നമ്മൾ ആ നേട്ടം കൈവരിച്ചത് ഒരു വലിയ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. 2020 ഞങ്ങൾ ഈ പ്രവർത്തനം ആരംഭിച്ചത്. ഒരു വർഷക്കാലം കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാൻ കഴിഞ്ഞത്. വിവിധ മൊഡ്യൂളുകളൊക്കെ പരിചയപ്പെടുത്തി. വാട്സപ്പ്, അതുപോലെ ഡൗൺലോഡ് ചെയ്യുവാനും അയക്കുവാനും, അതുപോലെ യൂട്യൂബ്, ഒട്ടനവധി മൊഡ്യൂളുകൾ അതിൻ്റെ ഭാഗമായി ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചു. പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾ വന്നാണ് പഠിപ്പിച്ചത്. പിന്നീട് ഇവിടെയും പലരും വന്ന് പഞ്ചായത്തിൽ നിന്ന് തന്നെ എന്ന് തോന്നുന്നു ഒക്കെ ഇത്രയെങ്കിലും പാർട്ടിക്കാർ വന്നൊക്കെ പഠിപ്പിച്ച് പഞ്ചായത്തിൽ നിന്നൊന്ന് ഈ ഫോണിൻ്റെ എല്ലാം പഠിപ്പിച്ച് മനസ്സിലായി. മോനെ ഫോൺ വിളിക്കും, അമ്മ വിവരങ്ങളെല്ലാം പറയും. യൂട്യൂബിൽ കൂടെ വാർത്ത കേൾക്കും, പാട്ട് കേൾക്കും. പ്രായോഗികമായി ആദ്യം നമ്മൾ ആളുകളിലേക്ക് ചെല്ലുമ്പം എനിക്ക് ഇത്രയും പ്രായമായി, എന്തിനാണ് ഞങ്ങളിത് പഠിപ്പിക്കുന്നത്, ഇത് എന്താ ഉപയോഗം എന്ന രൂപത്തിലായിരുന്നു ചർച്ച. ആദ്യം ഒരു നെഗറ്റീവായിരുന്നു. പക്ഷേ നമ്മുടെ ഈ പ്രചരണവും പ്രവർത്തനങ്ങളുമൊക്കെ മാറി ഏറ്റവും നന്നായി വരുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യം ഇതിനെ ഏറ്റെടുക്കുകയും ഇത് ഏറ്റവും വലിയ പ്രോജക്റ്റായി മാറുകയും ചെയ്തു. ഒരു മൊബൈൽ ടവർ പോലും ഇല്ലാതിരുന്ന നാടായിരുന്നു പുല്ലമ്പാറ. പുറമേ നിന്നുള്ള സഹായങ്ങളും സ്വീകരിച്ച ഇവിടുത്തെ പഞ്ചായത്ത് തന്നെ ഡിജിറ്റൽ സാക്ഷരതയ്ക്ക് മുൻകൈയെടുത്തതോടെ സൗകര്യങ്ങൾ വേഗത്തിൽ സാധ്യമായി. അതിലൂടെ ബേബി ഗിരിജയെപ്പോലെ നൂറുകണക്കിന് പഠിതാക്കൾ സ്വന്തം ജീവിതത്തെ പുതിയ കാലത്തെ മാറ്റത്തിനൊപ്പം പരിഷ്കരിച്ചു. അതില്ല, അമ്മയൊക്കെ കാണുമല്ലോ, എനിക്കറിയാം. അമ്മ കടയിൽ പോയല്ലേ. ഈ ഫോൺ പഠിച്ചതിന് ശേഷം ഞാൻ ആദ്യമായി വാട്സപ്പ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത് പഠിച്ചത്. എടുക്കാനും വയ്ക്കാനും പഠിച്ചു. അതിനോടൊപ്പം ബാക്കിയുള്ളവർക്കും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പേടിഎം പഠിച്ചതിൽ നല്ല നേട്ടമാണ് ഉണ്ടായത്. കയ്യിൽ പൈസ കൊണ്ട് കിടക്കണ്ട, പിന്നെ ചില്ലറ ഇല്ല എന്നും പറഞ്ഞ് പേടിക്കേണ്ട. ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് എത്ര രൂപയാണോ അതനുസരിച്ച് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കാൻ കഴിയും. സാധനങ്ങൾ വാങ്ങുന്നത് ഇപ്പോഴും മീൻ വാങ്ങുന്നത് വരെ ഇപ്പോൾ സ്കാനർ ഉപയോഗിച്ചാണ്. കൃഷിപാഠം പദ്ധതി ഇതിൽ കൂടെ മനസ്സിലാക്കിയാണ് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഡിജിറ്റൽ സംവിധാനം വന്നതോടുകൂടി ലോകത്തിനുണ്ടായ പുരോഗതി പറഞ്ഞറിയത്തക്കതല്ല. ഇതിലൂടെ ലോകം മുഴുവൻ കാണാനും ആളുകളായിട്ടൊക്കെ വളരാനും ഒക്കെ ഉണ്ടായ ഒരു വലിയ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ശരി ശരി. പുല്ലമ്പാറയിൽ ആരംഭം കുറിച്ച് ഡിജിറ്റൽ സാക്ഷരതാ പഠനം ഒടുവിൽ സർക്കാർ കേരളം മുഴുവൻ വ്യാപിപ്പിച്ചു. 14-നും 65-നും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു ഭൂരിപക്ഷം പഠിതാക്കളും. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനും ഓൺലൈൻ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിട്ട പദ്ധതിക്ക് പിന്നിൽ ഏകദേശം 2,57,000 സന്നദ്ധ പ്രവർത്തകർ പ്രവർത്തിച്ചു. കോളേജ്, +2 വിദ്യാർത്ഥികൾ, NSS, NCC, NYK, സന്നദ്ധസേന വോളണ്ടിയർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ, സാക്ഷരതാ മിഷൻ പ്രേരക്മാർ, SC/ST പ്രൊമോട്ടർമാർ, തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാർ, ലൈബ്രറി കൗൺസിൽ, യുവജനക്ഷേമ ബോർഡ്, സന്നദ്ധ സംഘടനകൾ, യുവതീ-യുവാക്കൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഏകദേശം 21.88 ലക്ഷം പേർക്കാണ് കേരളം ഡിജിറ്റൽ സാക്ഷരതാ പഠനം സാധ്യമാക്കിയത്. ഞങ്ങളുടെ പഞ്ചായത്തിൽ 2096 പഠിതാക്കളെയാണ് ഡിജി കേരളവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത്. 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെ എന്നായിരുന്നു ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നതെങ്കിലും 60 വയസ്സിന് മേൽ പ്രായമുള്ള ധാരാളം പേർ ഇതിൻ്റെ ഡിജി കേരളം പദ്ധതിയുടെ പരിശീലന പരിപാടികൾ ഉപയോഗപ്പെടുത്തി. കിസാൻ്റെ ഖദർ ആപ്പ് വഴി അത് ചെയ്യാനറിയാം. ഡിജി കേരള സർവേ നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്ക് സർവേ ട്രെയിനിങ് തന്നായിരുന്നു. അങ്ങനെ അതിലൂടെയാണ് ഞാൻ നമ്മുടെ വാർഡ് തലത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ട് സർവേ ചെയ്യുകയുണ്ടായി. തൊണ്ണൂറും 100-ഉം 105-ഉം വയസ്സുള്ളവർ പോലും ഈ പദ്ധതിയിൽ പഠിതാക്കളായപ്പോൾ
രാജ്യത്താദ്യമായി എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകളുള്ള സംസ്ഥാനമെന്ന ബഹുമതി പണ്ടേ കൈവരിച്ച കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന സംസ്ഥാനമെന്ന പദവിയും സ്വന്തമാക്കുകയാണ്. സാക്ഷര കേരളമെന്ന അതുല്യ ബഹുമതിക്കൊപ്പം ഡിജിറ്റൽ സാക്ഷര കേരളമെന്ന പ്രശസ്തിയും അങ്ങനെ കേരളത്തിന്റെ നെറുകയിൽ പൊൻതൂവലായി മാറുകയാണ്. നമുക്കിപ്പം വാട്സപ്പൊക്കെ എടുക്കാനും മറ്റേ നമ്മളെ എല്ലാവരും വിവരങ്ങൾ അറിയാനും നേരിട്ട് നമ്മൾ സംസാരിക്കാനും ഒക്കെ യൂട്യൂബ് എടുക്കാനും എല്ലാം പഠിച്ചല്ലോ നമ്മൾ. അതൊക്കെ നമുക്ക് ആദ്യം ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം എല്ലാം പഠിച്ചു. മെസ്സേജ് അയക്കാൻ, പിന്നെ സ്റ്റാറ്റസ് ഇടാൻ, അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും നേരിട്ട് കണ്ടു പറയാനും വർത്തമാനം പറയാനും ഒക്കെ നമുക്കിതിന് ഇതും കൊണ്ട് ഒരു ഭയങ്കര ഒരു ഉപകാരമാണ്. എനിക്ക് പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഈ പാട്ടൊക്കെ പഠിക്കുന്നത് യൂട്യൂബിൽ എടുത്തിട്ട് കരോക്കെയൊക്കെ പഠിക്കാനും പാട്ടെടുത്ത് പഠിക്കും. പിന്നെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ യൂട്യൂബിൽ കാണും. പിന്നെ ആവശ്യമില്ലാതെ കുറേ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾക്ക് പ്രായമായവർക്ക് വേണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ യൂട്യൂബ് ഞങ്ങൾ എപ്പോഴും എടുക്കും, ഞങ്ങൾ കാണും. പിന്നെ മറ്റുള്ളവർക്ക് മെസ്സേജൊക്കെ അയച്ചു കൊടുക്കും. നല്ലതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കോമഡിയൊക്കെ കിട്ടി ഞങ്ങൾക്ക് ഇല്ലാത്തവർക്ക് അയച്ചു കൊടുക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. പിന്നെ ഞങ്ങൾ പണിസ്ഥലത്തെ കാര്യങ്ങളൊക്കെ വൈകുന്നേരം വീട്ടിൽ വന്ന് ഞങ്ങളുടെ പണി കഴിയുമ്പോൾ ഞങ്ങൾ നാളത്തെ പണിയെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ചോദിക്കണം. ഞങ്ങൾ മാറ്റുമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെ സംസാരിക്കും. പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഒത്തിരി ഉപകാരങ്ങളാണ്. പഠിതാക്കളുടെ വിവരശേഖരണവും പരിശീലനവും മൂല്യനിർണയവും നടത്തിയാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കിയിരിക്കുന്നത്. പഠന പ്രവർത്തനവും മൂല്യനിർണയവുമെല്ലാം മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ പൂർണ്ണമായും ഡിജിറ്റലാക്കിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൊഴിലുറപ്പ് പ്രവൃത്തി സ്ഥലങ്ങൾ, കുടുംബശ്രീ, അയൽക്കൂട്ടങ്ങൾ തുടങ്ങി ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം കൂട്ടമായും വോളണ്ടിയർമാരെ വീടുകളിലെത്തിച്ചുമാണ് ഡിജിറ്റൽ പരിശീലനം നൽകിയത്. വീടുകളിലെ തന്നെ കുട്ടികളെയും കൗമാരക്കാരെയും മുതിർന്നവരെ പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തിയതിലൂടെ ഡിജിറ്റൽ നിരക്ഷരതാ നിർമ്മാർജ്ജനം വേഗത്തിലായി. ഞങ്ങളിവിടെ ഒരു 2 വർഷമൊക്കെ ആവും. നമ്മുടെ ഇവിടെ DG പുല്ലമ്പാറയുടെ ഭാഗമായിട്ട് എൻ്റെ തൊഴിലുറപ്പ് സൈറ്റിൽ എൻ്റെ ഇതിൽ നിൽക്കുന്ന തൊഴിലാളികൾക്ക് ഞാൻ സ്മാർട്ട് ഫോണിൻ്റെ ഇത് പഠിപ്പിച്ചു കൊടുക്കുകയും അവരൊക്കെ അതുകൊണ്ട് അവരാ റെസ്റ്റ് സമയങ്ങളിൽ ഇവർ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ്സിനായിക്കോട്ടെ നമ്മുടെ പുതിയ തലമുറയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് ഈ സീനിയർ സിറ്റിസൺസ് നേരിടുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് ക്ഷമയോടുകൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ അവർക്ക് പഠിക്കാൻ സാധിക്കും. 13 വാർഡുകളിലായി 26 കുടികളുള്ള പൂർണ്ണമായും സംരക്ഷിത വനമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിൽ പോലും ഈ സർക്കാർ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പിലാക്കി വിജയിപ്പിച്ചു. എല്ലാ ഭാഗത്തും നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതിനാൽ നെറ്റ്വർക്കുള്ള ചുരുക്കം ചില സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവിടെ 1106 പഠിതാക്കൾക്കും പരിശീലനം നൽകിയത്. ഡിജിറ്റലൈസ്ഡ് ആക്കിയതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു വിവരം അറിയിക്കണമെങ്കിൽ കുടികളിൽ നിന്ന് കുടികളിലേക്ക് ആളെ വിട്ടുകൊണ്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഈ മൊബൈൽ പോലത്തെ കാര്യങ്ങൾ വന്നതുകൊണ്ടും ടവർ വന്നതുകൊണ്ടും ഞങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് തീരെ ലഭ്യമല്ലാതിരുന്ന കുടികളിൽ ഓഫ്ലൈനായും പ്രദേശവാസികൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള വീഡിയോകൾ കാണിച്ചുമാണ് ഇടമലക്കുടിയിൽ ഡിജി കേരളം പദ്ധതി നടപ്പിലാക്കിയത്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതി നല്ലൊരു വിജയകരമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഇടമലക്കുടിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡിജിറ്റലായിട്ട് മൊബൈലും മറ്റു കാര്യങ്ങൾ വന്നതോടെ ഇടമലക്കുടി ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അട്ടപ്പാടി, പറമ്പിക്കുളം തുടങ്ങിയ ആദിവാസി മേഖലകളിലും ഡിജി കേരളം മികച്ച നേട്ടം സ്വന്തമാക്കി. ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടലും പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങളും മറികടന്നായിരുന്നു ഈ പ്രദേശങ്ങളിൽ ഡിജി കേരളം നടപ്പിലാക്കിയത്. പദ്ധതിയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനും
പഠിതാക്കളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ഡിജി കൂട്ടങ്ങൾ രൂപീകരിച്ച സർക്കാർ സാമൂഹ്യ പഠനമുറികളിലെ സൗകര്യങ്ങൾ ഉപയോഗിച്ചും ഇന്റർനെറ്റും ഉപകരണങ്ങളും ലഭ്യമാക്കിയും ആദ്യഘട്ട പരിശീലനത്തിനും തുടർ പഠനത്തിനും നിരന്തരമായ പിന്തുണ നൽകി. അതിലൂടെ വനാശ്രിത സമൂഹത്തിലും ഡിജിറ്റൽ അന്തരം അവസാനിക്കുകയാണ്. ഫോണ് കിട്ടിയതിന് ശേഷം TV കാണുന്നുണ്ട്, ഫോണിൽ സിനിമ കാണുന്നുണ്ട്, പിന്നെ ഇത് യൂട്യൂബ് ഇങ്ങനെ എടുത്ത് നോക്കും, പിന്നെ ഗെയിമൊക്കെ കുട്ടികൾ കളിക്കും, കാണിച്ചു തരപ്പോൾ അത് കളിക്കും. ഈ ഫോണ് കയ്യിൽ വന്നതിന് ശേഷം ഞാൻ പല ഫോണിൽ കൂടെ എല്ലാ പരിപാടികളും ഞാൻ കാണാറുണ്ട്, ഗെയിം എടുക്കാറുണ്ട്, പിന്നെ കോളുകൾ ചെയ്യാറുണ്ട്, വാട്സപ്പ്, യൂട്യൂബ് ചാനൽ ഇതൊക്കെ കാണാറുണ്ട്. സന്തോഷം. മോളെ ഫോണാണ്, എന്നാലും ഉപയോഗിക്കും. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, പിന്നെ പണിസ്ഥലത്ത് നിന്ന് മേസ്ത്രിമാർ വിളിക്കും, അങ്ങനെല്ലാം മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, പറയും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ സാക്ഷരത എന്നത് കേവലം എഴുത്തും വായനയും മാത്രമല്ല, ഇന്റർനെറ്റ് അധിഷ്ഠിത ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള കഴിവ് കൂടിയാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേരളം ഡിജി പുല്ലമ്പാറ എന്ന പദ്ധതിയിൽ നിന്നും ഡിജി കേരളത്തിലേക്ക് മുന്നേറിയത്. സർക്കാർ സേവനങ്ങൾ, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളെല്ലാം ഓൺലൈനിൽ ലഭ്യമാക്കിയ ഈ സർക്കാരിന് കെ-സ്മാർട്ട് ഉപയോഗിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഈ പദ്ധതിയിലൂടെ കൈവരിക്കുന്നത്. ഓൺലൈനിലൂടെ ബാങ്ക് ഇടപാടുകൾ നടത്താനും സർക്കാർ സേവനങ്ങളും സഹായങ്ങളും സ്വന്തം നിലയിൽ കണ്ടെത്തി അപേക്ഷിക്കാനും ലോകത്തിന്റെ മാറ്റം സ്വയം മനസ്സിലാക്കാനും സഹായിക്കുന്ന ഈ പദ്ധതി പഠിതാക്കൾക്ക് സമ്മാനിക്കുന്നത് പുതിയ കാലത്തേക്കുള്ള വാതായനം കൂടിയാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സഹായകരമില്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസരമാണ്. കമ്പ്യൂട്ടറായാലും ഇൻ്റർനെറ്റായാലും സ്മാർട്ട് ഫോണായാലും മറ്റെല്ലാ കാര്യത്തിലും നമ്മൾക്കിത് ഉപയോഗിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിലയിലാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുതിർന്ന പൗരന്മാർക്ക് ഇതിൻ്റെ അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ലക്ഷ്യം തന്നെയാണ്. ഒരുപാട് ഉപയോഗമാണ് ഇപ്പോഴും നമുക്ക് ഡിജിറ്റൽ സംവിധാനം വന്നത്. നമ്മുടെ കുട്ടികളോ നമ്മുടെ മരുമക്കളോ ഒക്കെ പുറത്തായിരിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു പ്രയോജനം ഉണ്ടാകണം. അവരെ നേരെ കാണാനും അവരെ കണ്ട് സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാകും. കേരളത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതാ മുന്നേറ്റത്തിന് സമാനമായ ഒരു കാൽവയ്പാണ് ഈ ഡിജിറ്റൽ സാക്ഷരതാ പ്രഖ്യാപനത്തിലൂടെ നാം സ്വന്തമാക്കിയിരിക്കുന്നത്. സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും ജനങ്ങൾക്കും സർക്കാരിനും ഇടയിലുള്ള അകലം കുറയ്ക്കാനും സഹായിക്കുന്ന ഈ പദ്ധതിയിലൂടെ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം മാത്രമല്ല, എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്ന ഒരു സമൂഹത്തെ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പുരോഗമന സർക്കാർ പടുത്തുയർത്തുന്നത്. നിങ്ങളെപ്പോലുള്ളവരുടെ അനുഗ്രഹവും പിന്തുണയാണ് ഈ സർക്കാരിൻ്റെ തന്നെ ബലം. അതെപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്.